നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്തായിരുന്നു? നേരത്തെ പറഞ്ഞു നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ ഒന്നാമത്തെ യൂണിറ്റ്. ആ യൂണിറ്റിൽ നമ്മൾ എല്ലാ സിലബസ് നിങ്ങൾക്ക് എടുത്തൊക്കെ അറിയാം. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ച ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഒന്ന് രണ്ടത് ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഇലക്ട്രോൺ കൗണ്ട് എടുക്കുന്ന മെത്തേഡായിരുന്നു. അതിൻ്റെ ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും ഒക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ റിക്കലക്ട് ചെയ്യാം. പഴയ ക്ലാസ് പഴയ നോട്ടം നോക്കിയിട്ട് അത് റെഡിയാക്കി എടുക്കേണ്ടതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺ കൗണ്ട് എടുക്കുന്നത്, ഒരു ലിഗാൻഡിന് അതിൻ്റെ ഇലക്ട്രോൺ എടുത്ത് മറ്റൊരു ഇലക്ട്രോൺ ഒക്കെ കൂട്ടി അവസാനം 18 ഇലക്ട്രോൺ ഉണ്ടാകുന്നുണ്ടോ? മിക്കവാറും എല്ലാം 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നതായിരിക്കും. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത തന്നെ, എസ്പെഷ്യലി ഇത് കാർബൺ ഐൻസ് ഓൾ ഒബേ എക്സാക്ട്ലി ദ 18 ഇലക്ട്രോൺ റൂൾ. And since the metal obey the 18 electron rule, you can also predict or you can see certain structures. അത് അങ്ങനെയല്ല ബൈഡൻറ്റേറ്റ് ആണോ അല്ലെങ്കിൽ അത് eta3 ആണോ eta5 ആണോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്ര ഇലക്ട്രോൺ മൊത്തത്തിൽ 18 വേണമെങ്കിൽ 18 ഇലക്ട്രോൺ വേണമെങ്കിൽ മറ്റു ലിഗാൻഡ്സ് ഒക്കെ കിട്ടുന്ന ഇലക്ട്രോൺ നോക്കി ടി ലിഗാൻഡ് നമുക്കറിയാം. ഇപ്പോൾ ഒരു C5H5 ലിഗാൻഡ് ആണെങ്കിൽ C5H6 ആയിക്കോട്ടെ, സൈക്ലോപെൻറ്റാഡൈൻ. ഇതിപ്പോൾ ബാക്കിയെല്ലാം കൂടി 16 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പിന്നെ ഇതുമായിട്ട് ബോണ്ട് ചെയ്യും. ഇങ്ങനെ മാത്രം ബോണ്ട് ചെയ്യും. മനസ്സിലായില്ലേ? ബാക്കി 14 ഇലക്ട്രോൺ ഉള്ളെങ്കിൽ മിക്കവാറും എന്തായിരിക്കും അത് ബോണ്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇത് ഉപയോഗിക്കും. മനസ്സിലായില്ലേ? 2 ഡബിൾ ബോണ്ട് ഉപയോഗിക്കും. അപ്പൊ എത്രത്തോളം ഉപയോഗിക്കും? നമുക്ക് ഒരു എന്താണ് സൈക്ലോപ്റ്റോ ടെട്രായിൻ എന്ന് പറയുന്ന സാധനത്തിൽ 4 ഡബിൾ ബോണ്ട് 1 2 3 അത് പറഞ്ഞേ 4 ഡബിൾ ബോണ്ട് ഉണ്ടാവും. കലേശം പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് 1 2 3 4 5 6 7 8 സൈക്ലോ ഒക്ടാടെട്രായിൻ എന്ന് പറയുന്ന സാധനം. ഇതൊരു മെറ്റലായിട്ട് കോംപ്ലക്സ് ചെയ്തിട്ടുണ്ട്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ചിലപ്പോൾ 2 ഡബിൾ ബോണ്ട് ഉപയോഗിക്കും, ചിലപ്പോൾ 2 ഉപയോഗിക്കും, ചിലപ്പോൾ 3 ഉപയോഗിക്കും, ചിലപ്പോൾ 4 ഉപയോഗിക്കും. 1 മാത്രം ഉപയോഗിച്ചാൽ അത് eta2 ആണ്, 2 ഉപയോഗിച്ചാൽ eta4 ആണ്, 3 ഉപയോഗിച്ചാൽ eta6 ആണ്, 4 ഉപയോഗിച്ചാൽ eta8. അത് നമ്മൾ പഠിച്ച eta8 ആണ്. eta2 ആണോ eta4 ആണോ നമുക്ക് യെസ് യു ക്യാൻ ഫ്രം ദി മോളിക്കുലർ ഫോർമുല ഇഫ് ദി അതർ ലിഗൻഡ്സ് മറ്റ് ബാക്കിയുള്ള ഒരു മെറ്റൽ ആയോളും കാർബൺ മോണോക്സൈഡ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് എത്ര വരും ഇവിടുന്ന് എത്ര ഇലക്ട്രോൺ വരുമെന്ന് അറിയാം. ബാക്കി ഇത്ര 2 ഇലക്ട്രോൺ വേണമെങ്കിൽ മിക്കവാറും that may be acting as an eta1 or if it requires 4 more electrons to attain 80 electron, it will make use of 2 double bonds and so on. അപ്പോൾ തിരിച്ച് നമുക്ക് അങ്ങനത്തെ കാൽക്കുലേഷനും അങ്ങനത്തെ ഇന്റർപ്രിട്ടേഷനും എത്താൻ പറ്റും. അതാണ് നമ്മുടെ 18 ഇലക്ട്രോൺ റൂളിന്റെ പ്രത്യേകത. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മെറ്റൽ ഏതാ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു കോംപ്ലക്സ് വന്നിട്ട് ആ എം എന്ന് പറഞ്ഞ മെറ്റൽ അയൺ ആണോ നിക്കലാണോ കൊബാൾട്ട് ആണോ അല്ലെങ്കിൽ അത് 3D സീരീസ് ഏത് മെറ്റലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇലക്ട്രോൺസ് ഒക്കെ കൂട്ടിയിട്ട് 18 വരാൻ എത്ര വേണം, ആ ഇലക്ട്രോൺ കൊടുക്കുന്ന മെറ്റൽ ഏതാണ് ആ മെറ്റലാണ് അത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺ ബോണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് കാർബൺ മോണോക്സൈഡ്, അമോണിയ, വാട്ടറൊക്കെ വരുന്നുണ്ടെങ്കിൽ എത്തിരി ഇതൊക്കെ വരുന്നത് പൊതുവെ കുറവായിരിക്കും. കാരണം അമോണിയ വാട്ടർ ഒന്നും അതിൽ വരില്ല. അതൊക്കെ 2 ഇലക്ട്രോൺ ഡോണേഴ്സ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഐദർ ഇൻ ദി നമ്മുടെ പുതിയ ടെർമിനോളജിയിൽ ഐദർ ഇൻ ദി കോവാലന്റ് മോഡൽ ഓർ അയോണിക് മോഡൽ, 2 മോഡലിലായാലും ഓൾ ദീസ് ആർ 2 ഇലക്ട്രോൺ ഡോണേഴ്സ്. പിന്നെ വ്യത്യാസം വരുന്നത് എവിടെയാണ്? വ്യത്യാസം വരുന്നത് ഹാലജൻ വരുമ്പോൾ മെറ്റൽ ഹാലജൻ നമുക്ക് can be considered as a 1 electron donor in the covalent model. അപ്പോൾ മെറ്റലിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ കാണുന്നില്ല. ഓർ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് as a 2 electron donor in the ionic model. അപ്പോൾ മെറ്റൽ പ്ലസ് എന്താണ്? ഇത് എം പ്ലസിലേക്ക് Cn മൈനസ് കോർഡിനേറ്റ് ചെയ്ത പോലെ തോന്നുമ്പോൾ എമ്മിന്റെ ഇലക്ട്രോണിൽ നിന്ന് 1 കുറച്ച് 2 ക്ലോറൈഡിന്റെ 2 ഇലക്ട്രോൺ കൂട്ടുക. അതല്ല, ഇങ്ങനെയാണ് കൺസിഡർ ചെയ്ത് കോവാലന്റ് മോഡൽ കൺസിഡർ ചെയ്യുമ്പോൾ എമ്മിന്റെ ഒരു ഇലക്ട്രോൺ സിന്റെ ഒരു ഇലക്ട്രോൺ അത് വ്യത്യാസമില്ല. ഇറ്റ്സ് എ 1 ഇലക്ട്രോൺ ആണ്. എമ്മിന് 26 ഇലക്ട്രോൺ 25 ഇലക്ട്രോൺ ഉള്ളതാണെങ്കിൽ 25ഉം 1ഉം 26 എന്നെടുക്കുക. ഏതില്? കോവാലന്റ് മോഡൽ, നമ്മുടെ പഴയ ന്യൂട്രൽ ആറ്റം മെത്തേഡിൽ. ഇവിടെയെങ്കിലോ എം പ്ലസിന്റെ 24ഉം ക്ലോറൈഡിന്റെ 2ഉം അതും 26 തന്നെയാണ്, അത് വ്യത്യാസമില്ല. അങ്ങനെ എടുക്കാം. ഇത് കോവാലന്റ് മോഡൽ, ഇത് അയോണിക് മോഡൽ. ഇത് ന്യൂട്രൽ ആറ്റം മെത്തേഡ്, ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ്. മാറിപ്പോയത്. ഓക്കെ, അതുപോലത്തെ കേസ് വരുന്നത് ഇതാ
C5H5 ലിഗൻഡ് വരും. C5H5 വരും. ഇവിടെ എന്താ കാണുന്നത്? C5H5 ഈസ് കൺസിഡർഡ് ആസ് എ 5 ഇലക്ട്രോൺ ഡോണർ ഇൻ ദി കോവാലന്റ് മോഡൽ ഓർ ഇൻ ദി ന്യൂട്രൽ ആറ്റം മെത്തേഡ്. കോവാലന്റ് മോഡൽ 5 ഇലക്ട്രോൺ ഡോണർ ആണ്. നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. ഇത് 26, 10, 36 അയണ്ണ ഓക്സിജൻ സീറ്റ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു അയണും ഒരു C5H5 കൂടി ചേർന്ന പോലെ ഇത് 5 ഇലക്ട്രോൺ ഡോണർ, 5 5 10 ഇലക്ട്രോൺ. അയൺ സ്വന്തമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന 26 അയൺ എത്ര മിക്രോൺ? 26, 26, 10, 36. അല്ലെങ്കിൽ യെസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ഇൻ ദി അയോണിക് മോഡൽ ആസ് എ കോമ്പിനേഷൻ ഓഫ് Fe2+ ആൻഡ് 2 C5H5-. അങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് Fe2+ ആകുമ്പോൾ എന്തായത്? അത് 24 ആയി. ഇവിടെ എന്താണ്? അത് 2 × 6 C5H5- is a 6 ഇലക്ട്രോൺ ഡോണർ. മനസ്സിലായില്ലേ? അപ്പോഴും 24, 12, 36 അല്ലെങ്കിൽ 24 അല്ല, നമ്മൾ 18 ഇലക്ട്രോൺ അല്ല കൺസിഡർ ചെയ്യുന്നത്. ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ പറയുമ്പോൾ മറ്റേത് എത്രയാണ്? ഈ കേസിൽ 6, 12, 18. മറ്റേ കേസിൽ എത്രയാണ്? 8, 10, 18. ഈ 8 എന്ന് പറയുന്നതാണ് അയണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ D6S2. 3D6 4S2 ആണ് അയൺ. 8 ഇലക്ട്രോൺ. ഇത് 3D6 4S2 2 ഇലക്ട്രോൺ പോയി Fe2+ ആകുമ്പോൾ അപ്പോൾ 6 ഉള്ളൂ. ഇപ്പോഴത്തെ 2 കൂടിയിട്ടുണ്ട്. അപ്പോൾ 18 18 ആണ്. ഇത് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ നമ്മൾ കൂട്ടി പോയി മാറിപ്പോയത്. മറ്റേ നമ്മൾ പറയുന്നത് എന്താണ്? മറ്റേത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 18 ഇലക്ട്രോൺസിന് പിന്നെ 18 ഇലക്ട്രോണുകളാണ് നമ്മൾ 18 കൗണ്ട് എടുക്കുമ്പോൾ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ആണോ അത് മറ്റേ ഇലക്ട്രോൺ കൗണ്ട് ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് ചെയ്യണം. ടോട്ടൽ ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇത് ശരിയാണ്. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞ പോലെ മെറ്റലിന് 5 ഇലക്ട്രോണോ അല്ല 16 ഇലക്ട്രോണോ അതിനോട് 1 കൂട്ടും, ഇവിടെ അങ്ങനെ 2 കൂട്ടും. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, C5H5 വരുമ്പോൾ അതുപോലെ ഇതേ സ്ഥാനത്ത് ട്രോപ്പിലിയം അയോൺ സൈക്ലോഹെപ്റ്റാട്രൈനിയം അയോൺ C7H7+ ആണ്. ശ്രദ്ധിക്കുക, അവിടെയും C7H7 ആകുമ്പോൾ ശ്രദ്ധിക്കുക, C7H7 ആകുമ്പോൾ അത് ഒരു 7 ഇലക്ട്രോൺ ഡോണർ ആയിട്ട് കാണും. C7H7+ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ 6 ഇലക്ട്രോൺ ഡോണർ. വ്യത്യാസം മനസ്സിലാണ്ടല്ലോ. ഇത് പ്ലസ് ആണ്. C7H7 അതായത് നമ്മൾ ഒരു മെറ്റലും കൊബാൾട്ട് C7H7 സൈക്കിൾ CO4 ഈ സ്പീഷീസ് എല്ലാത്തിലും മഷീനിലുള്ള സാധാരണ. അപ്പോഴേ MnC7H7CO4 ഇതിന്റെ നമ്മൾ ഇലക്ട്രോൺ കൗണ്ട് എടുക്കുമ്പോൾ കൺസിഡർ MnO പ്ലസ് C7H7 പ്ലസ് 4CO ഇങ്ങനെ ഇലക്ട്രോണിന്റെ എണ്ണം എടുക്കാം. അല്ലെങ്കിലോ C7H7+ ട്രോപ്പിലിയം അയോൺ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ദിസ് ഈസ് ദി neutral atom method or the covalent model and this is the ion. അപ്പോൾ Mn- ആയിട്ട് എടുക്കുക. Mn- എന്നാൽ മാത്രമേ ടോട്ടൽ ആയിട്ട് ഇത് C7H7+ ആണെങ്കിൽ ഇത് മൈനസ് ആയിട്ട് എടുക്കണം. കാരണം എന്താണ്? ടോട്ടലായി മോളിക്യൂളിൽ യാതൊരു ചാർജും ഇല്ല. കാർബൺ മോണോക്സൈഡ് ചാർജ് ഇല്ല നമുക്കറിയാം. അപ്പോൾ ചാർജ് ഇല്ലെങ്കിൽ ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് ആയിരിക്കണം. ഇത് 4 CO ആയിട്ട് തന്നെ എടുക്കും. ഇപ്പോൾ നമ്മൾ കണക്കൂടും മാംഗനീസിന്റെ ഇലക്ട്രോൺസ്. മാംഗനീസ് ഈസ് 25 D5S2 it has 7 electrons. C7H7 7 electrons and this has 8 electrons. രണ്ട് കൂടി ഇല്ല, CO2 നേരെ എടുത്താൽ മതി. എന്നാൽ ശരിയായിക്കോ. 2 അപ്പൊ 7 7 14 4 18. ഫോർമുലയിൽ ഒരിക്കലും സ്വർണ്ണമൊന്നും വരില്ല, ചോദ്യം കാരണം 18 കൂടുതൽ ഇലക്ട്രോൺ വരുന്ന അറേഞ്ച്മെന്റ് വളരെ റയറാണ്. സോ ഇറ്റ് ഈസ് 18 ബൈ ദി കോവലന്റ് മോഡൽ. ഇവിടെയോ Mn- 7 1 8. ഇവിടെ എത്രയാണ്? 6, ഇവിടെ 4, അപ്പോഴും 18. ഓക്കെ. പിന്നെ ഇത് C5 C7 ഒക്കെ വരുമ്പോഴേ പ്രശ്നമുള്ളൂ. മറ്റേത് C4H4 എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല. സൈക്ലോബ്യൂട്ടാഡൈൻ ആയാലും സാധാ ബ്യൂട്ടാഡൈൻ ആയാലും യാതൊരു വ്യത്യാസമില്ല. ബോത്ത് ആർ 4 ഇലക്ട്രോൺ ഡോണേഴ്സ്. ദിസ് ഈസ് a eta 4
This is also eta 4. All the carbon atoms are bonded means all the double bonds are involved in bonding. Eta 2 എന്നല്ലോ 2 ഇലക്ട്രോൺ ഡോളറാണ്. eta 4 ആണെങ്കിൽ 4 ഇലക്ട്രോൺ ഡോളറാണ്. വ്യത്യാസം മനസ്സിലാകുന്നല്ലോ. അത് സൈക്ലോബ്യൂട്ടാഡൈൻ ആയാലും ശരി ബ്യൂട്ടാഡൈൻ ആയാലും ശരി യാതൊരു വ്യത്യാസമില്ല. both are 2 electron dollars. Benzene is a 6 electron dollar. കാരണം 3 ഡബിൾ ബോണ്ട് ഉണ്ട്. ethylene is a 2 electron dollar. കേട്ടോ ചാർജ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാതല്ലോ മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും ചാർജ് വരുന്ന വ്യക്തമാണ് C7H7 പ്ലസ് C5H5 മൈനസിലൊക്കെയാണ് ചാർജ് വരുന്നത്. അതാ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് ഫോർമുലയിൽ സാധ്യതയുള്ള രണ്ടെണ്ണം. ഒന്നുകിൽ ട്രോപ്പിലിയം അയോൺ അല്ലെങ്കിൽ സൈക്ലോ പെൻറ്റാഡൈനൈൻ ആനയോൺ. ഒന്നാമത്തെ കാറ്റയോണാണ്, മറ്റേ ആനയോൺ ശ്രദ്ധിക്കുക. ഇത് കാറ്റയോണായിട്ട് കാണുമ്പോൾ മറ്റേത് ആനയോണായിട്ട് കാണുമ്പോൾ രണ്ടും 6 ഇലക്ട്രോൺ ഡോളേഴ്സ് ആണ്. മറ്റേ ന്യൂട്രലായിട്ട് കാണുമ്പോൾ 5 ഇലക്ട്രോൺ ഡോളറാണ്. ഇത് ന്യൂട്രലായിട്ട് കാണുമ്പോൾ 7 ഇലക്ട്രോൺ ഡോളറാണ്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? C5H5 ന്യൂട്രലായിട്ട് കാണുമ്പോൾ 5 ഇലക്ട്രോൺ ഡോളറാണ്. C7H7 ന്യൂട്രലായിട്ട് കാണുമ്പോൾ 7 ഇലക്ട്രോൺ ഡോളറാണ്. C7H7 പ്ലസ് ആയിട്ട് കാണുമ്പോഴും C5H5 മൈനസ് ആയിട്ട് കാണുമ്പോഴും രണ്ടും 6 ഇലക്ട്രോൺ ഡോളേഴ്സ് ആണ്. ശ്രദ്ധിക്കുക, മാറിപ്പോയത്. പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും 18 ഇലക്ട്രോൺ റൂളും 18 ഇലക്ട്രോൺ റൂളും 16 ഇലക്ട്രോൺ റൂളിന്റെയും യഥാർത്ഥ കാരണം നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. When we look into the molecular orbital picture of a square planar complex and also an octahedral complex, we can see the difference between them. A1G ഈ ചിത്രം picture of an octahedral complex നമുക്കറിയാം. A1G, T1U, EG, T2G, EG star, A1U, A1G star, T1U star. ഇതാണ് നമ്മുടെ ഗവൺമെന്റ് ആവണം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, 3rd സെമസ്റ്ററിൽ പഠിച്ച കാര്യമാണ്. കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. This MO picture of an octahedral complex with a sigma bond only, and what is a change in when we incorporate a pi bonding. ഇത് നമ്മൾ കാണുന്നത് you can see that 1 plus 3 plus 2 plus 3 electron 5 3 electron 9. There are 9 orbitals which are bonding, and of course the orbitals above this are anti-bonding. So if all the bonding orbitals are completely filled, that will give rise to maximum bond order. And if the antibonding orbitals are completely empty, that will not affect the bond order also. And if there is any electron in the antibonding orbital, that will have a negative effect on the bond order, that will decrease the bond order. So if all the bonding orbitals are filled, നമ്മുടെ ഫസ്റ്റ് കേസ് നിങ്ങൾ എടുത്ത് നോക്കി, ഹൈഡ്രജൻ മോളിക്യൂൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ മോളിക്യൂൾ 1s 1 ഇലക്ട്രോൺ, ഇവിടെ 1 ഇലക്ട്രോൺ, രണ്ടും കൂടി ഇവിടെ വന്നു. The bond order is maximum bond order is 1, that is number of the bonding sigma 1s, ഇത് സിഗ്മ സ്റ്റാർ 1s ഓർമ്മയുണ്ടോ? ഹൈഡ്രജൻ. ഇത് H പ്ലസ് ആകുമ്പോൾ എന്താ സ്ഥിതി? H പ്ലസ് ആകുമ്പോൾ ഒരു ഭാഗത്ത് ഇലക്ട്രോൺ ഇല്ല, അവിടെ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ കമ്പയർഡ് ടു H2 പ്ലസ് ആണ്. H പ്ലസ് ഇത് H2 പ്ലസ്. H2 പ്ലസ് ഈസ് വെരി അൺസ്റ്റേബിൾ കമ്പയർഡ് ടു H2 മോളിക്യൂൾ. H2 മൈനസ് ആകുമ്പോഴോ ഇവിടെ 1 ഇലക്ട്രോൺ കൂടി വരും. അപ്പോൾ H2 മൈനസ് ഇങ്ങനെ വരും, 1 ഇലക്ട്രോൺ കൂടി വരും. ഇവിടെ H മൈനസും H കൂടി ചേർന്നിട്ടാണ് അപ്പോഴും ബോണ്ട് ഓർഡറിൽ കുറവ് വരും. ഇവിടെ 1 ഇലക്ട്രോൺ ആയാലും ഇവിടെ 1 ഇലക്ട്രോൺ ആയി, അതായത് ഇവിടെ നേരത്തെ 2 ഇലക്ട്രോൺ ആയിരിക്കുകയും ഇവിടെ കംപ്ലീറ്റ്ലി എംപ്റ്റി ആവുകയും ചെയ്താൽ ബോണ്ടിങ് ഓർബിറ്റിൽ മാക്സിമം ഇലക്ട്രോണിന്റെ ആന്റി ബോണ്ടിങ് ഓർബിറ്റിൽ ഇലക്ട്രോണേ ഇല്ല, വെരി സ്റ്റേബിൾ, മാക്സിമം സ്റ്റെബിലിറ്റി ആണ് വരും. ഇവിടെ 1 ഇലക്ട്രോൺ കുറയുകയോ ഇവിടെ ഇലക്ട്രോൺ കൂടുകയോ ചെയ്താൽ that will decrease the bond order and lead to lower stability. അതിന്റെ എവിടെയും കാണാൻ പറ്റും. ഇവിടെ ഇതുവരെയുള്ള ഓർബിറ്റൽ, these orbitals are found to be 1 plus 3 plus 2 plus 8, 9 in number. There are 9 bonding orbitals, and if all the 9 bonding orbitals, each orbital is filled by 2 electrons, and we can see എല്ലാത്തെ 2 electrons വെച്ച് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ
എന്ത് കാണുന്നത് യെസ് എത്ര ഇലക്ട്രോൺ ആയി 18 ഇലക്ട്രോൺസ് ആയി 18. ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഏതാ വരുന്നത് ചിത്രം ഓർമ്മ നിങ്ങൾക്ക് ദ മെറ്റൽ ഓർബിറ്റൽസ് ഫ്രം വൺ പാർട്ട് ലിഗാൻഡ് ഓർബിറ്റൽ മെറ്റൽ ഓർബിറ്റൽ ആൻഡ് ലിഗാൻഡ് ഓർബിറ്റൽ രണ്ടും കൂടി ചേർന്ന് നമ്മൾക്ക് ഓർബിറ്റൽസ് ചിത്രം പഠിച്ച ഓർമ്മ ഉണ്ടാവും. ആ ചിത്രം വെച്ച് നമുക്ക് പറഞ്ഞാൽ മെറ്റലിന്റെ ലിഗാൻഡിന്റെ ടോട്ടൽ ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് കൂട്ടിക്കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺസ് കൂട്ടിക്കഴിഞ്ഞാൽ അത് 18 വരികയാണെങ്കിൽ എന്താണ് ഇവിടെ വരെ അതായത് സ്റ്റെബിലിറ്റി ഇവിടെ ഇങ്ങോട്ട് ഇലക്ട്രോൺ ഫിൽ ചെയ്താൽ കൂടുതൽ ആവശ്യം 19 ഇലക്ട്രോൺ എന്താ സ്ഥിതി 19ാമത്തെ ഇലക്ട്രോൺ പോകേണ്ടത് ആന്റിബോണ്ടിക് ഓർബിറ്റിലേക്കാണ്. 17 ഇലക്ട്രോൺ ആണെങ്കിലോ 17 ആണെങ്കിൽ ഇവിടെ ഒരു വേക്കൻസി വരും. ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാലും മാക്സിമം സ്റ്റെബിലിറ്റി ഇവിടെ എത്ര ഇലക്ട്രോൺ ആയാലും സ്റ്റെബിലിറ്റി കൂടി വരും ഇവിടം വരെ. പിന്നെ വരുന്ന ഓരോ ഇലക്ട്രോൺ സ്റ്റെബിലിറ്റി കുറച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ 18ന്റെ സിഗ്നിഫിക്കൻസ് അതാണ്. ദാറ്റ് ഈസ് എ ഓൾ ദി ബോണ്ടിങ് ഓർബിറ്റ്. ഇതിൽ നമ്മൾ സിമ്പിൾ പിക്ചറാണ്. നമ്മൾ മറ്റേ പൈ ബോണ്ട് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്താലും ഇവിടെ ബോണ്ടിങ് ഓർബിറ്റലിന്റെ സ്ഥാനം 9 ഓർബിറ്റലാണ് വന്നത്. 9ന്റെ മേലെ വരുന്നത് ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ്. T2G T2G സ്റ്റാർ ഒക്കെ വരുന്നതും ആന്റി ബോണ്ടിങ് ആണ്. ഓർമ്മ ചിത്രം MO picture of a octahedral complex when we incorporate a pi bonding along with sigma bond മാത്രം വെച്ചാൽ ചിത്രം വളരെ സിമ്പിൾ ആയിരിക്കും. പൈ ബോണ്ട് നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. T2G താഴെ വരുന്നത് ഫിൽഡ് T2G ഒരു empty T2G ആയിട്ടൊക്കെ വരുന്നത് മെറ്റൽ ടു ലിഗാൻഡ് പൈ ബോണ്ട് ലിഗാൻഡ് മെറ്റൽ പൈ ബോണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. എങ്ങനെ വന്നാലും we can see that up to this all the bonding orbitals are filled. You can see there are 9 bonding orbitals and these 9 bonding orbitals accommodate maximum 18 electrons. And any reduction in the number of bonding electrons or number of electrons in the bonding orbital or any increase in the number of electrons in the antibonding orbital both lead to lower stability. ഇപ്പോൾ മാക്സിമം സ്റ്റെബിലിറ്റി വരെ എന്താ നല്ലത് 18 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. 18ന്റെ ഒരു മാജിക് നമ്പർ ഉണ്ട്. ആ മാജിക് നമ്പറിന്റെ അർത്ഥം എന്താണ് 18 ഇലക്ട്രോൺസ് ആർ സഫിഷ്യന്റ് just sufficient for filling all the bonding orbitals in an octahedral complex. അത് സ്ക്വയർ പ്ലാനറിൽ വരുമ്പോൾ അതിന്റെ ചിത്രം മാറുന്നുണ്ട്. അവിടെ നമുക്ക് താഴെ 8 ഓർബിറ്റലെ ബോണ്ടിങ് വരുന്നുള്ളൂ. ആ ചിത്രങ്ങൾ ബുക്കിലൊക്കെ കാണാം. 8 ബോണ്ടിങ് ഓർബിറ്റൽസ് and above which there are antibody. അപ്പോൾ 8 ഓർബിറ്റൽ ഫിൽ ചെയ്ത് വരുമ്പോൾ എന്താ 18 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അടുത്ത 2 ഇലക്ട്രോൺ എവിടെയാ പോവാ സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ അത് ആന്റിബോഡി. 18 അവിടെ വേണ്ട, അവിടെ 16 ആണ് സേഫ്. കാര്യം മനസ്സിലാകുന്നല്ലോ. സോ 16 electrons are safe for a square planar complex. Safe എന്ന് പറഞ്ഞാൽ എന്താണ് 16 electrons are sufficient just sufficient for filling all the bonding orbitals in a square planar complex. And we know there are many organometallic compounds which have a square planar geometry in which the rule obeyed is not the 18 electron rule but the 16 electron rule. നമ്മൾ നേരത്തെ പഠിച്ചത് മനസ്സിലായില്ലേ? അപ്പോൾ 16 ഇലക്ട്രോൺ റൂൾ 16 ഇലക്ട്രോൺ റൂൾ ഉപയോഗിക്കുന്ന കോംപ്ലക്സസ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആണ്. അതിന്റെ കാരണം എന്താണ്? In the square planar complex 16 electrons are just sufficient ഒട്ടു കുറവ് വരെ കൂടുതൽ for filling all the bonding orbitals. That is the bonding orbitals are completely filled, antibonding orbitals are completely empty. That leads to maximum stability. In the case of octahedral complexes there are 9 bonding orbitals. In the case of square planar complexes there are only 8 bonding orbitals. വെറുതെ വാക്ക പറഞ്ഞപ്പോൾ ചിത്രം കാണിക്കണം, മനസ്സിലായില്ലേ? And in the case of octahedral complexes there are 9 bonding orbitals. That means we have to acquire 18 electrons. അതാണ് 18 electron rule significance. ചില കേസിൽ അത് 16 ആയി പോകുന്നത് അത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എല്ലാം ശ്രദ്ധിക്കുക, അത് സ്ക്വയർ പ്ലാനർ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ ദി സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് there are 8 bonding orbitals. The 9th orbital is a antibody. Here there are 9 bonding, the 10th orbital is a antibody. അപ്പോൾ 9 വരെ ഫിൽ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. 9 വരെ 18 17 16 15 ഒക്കെ ഫിൽ ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷെ എന്താണ് അതിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും 17 18 ആണ് വളരെ സാച്ചുറേഷൻ, ഒട്ടും കുറവില്ല. നമ്മൾ നേരത്തെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി എംപ്റ്റി ഓർബിറ്റൽസ് ആർ ലീഡ് ടു മോർ സ്റ്റെബിലിറ്റി എന്നൊക്കെ പഠിച്ച പോലെ തന്നെ ഇവിടെ എല്ലാ ബോണ്ടിങ് ഓർബിറ്റൽ ഒരു മോളിക്യൂൾ ഫിൽഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി സ്റ്റേബിൾ. മറ്റേ സ്റ്റെബിലിറ്റിക്ക് കുറവൊന്നുമില്ല, പക്ഷേ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളത് കുറവായിരിക്കും. 1-2 ഇലക്ട്രോൺസ് കൂടെ കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് അത് എന്ത് ചെയ്യുന്നത്, മാക്സിമം കോർഡിനേറ്റ് ചെയ്യുന്നത് ലിഗാൻഡുമായിട്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ചിലപ്പോഴേ
ഒരു സൈക്ലോ പെൻറ്റാഡൈൻ കിട്ടിയാൽ ചിലപ്പോൾ 2 ഇലക്ട്രോണെ വേണ്ടത് 2 ഇലക്ട്രോൺ 18 എത്താൻ എത്ര വേണോ അത്ര മാത്രമേ സ്വീകരിക്കും. വെറുതെ 2 എടുത്ത് 20 ആക്കിയിട്ട് അതിന്റെ സ്റ്റെബിലിറ്റി കുറക്കാൻ അത് ശ്രമിക്കൂല. അങ്ങനെ വല്ല കേസുകളുടെ അതിനകത്ത് പ്രത്യേക കാരണം ഉണ്ടായിരിക്കണം. നോർമൽ കേസിൽ അത് സാധ്യമല്ല, അത് സംഭവിക്കുകയില്ല. ക്ലിയർ? ആൻഡ് കേസ് ഓഫ് square planar complex, there are 8 bonding orbitals and they obey 16 electron rule. Square planar complex നമുക്കറിയാം z ആക്സിസിൽ ലിഗൻഡ്സ് ഇല്ല. z ആക്സിസിൽ ലിഗൻഡ്സ് വന്നാൽ എന്തായി മാറും? അത് ഒക്ടാഹെഡ്രലായി മാറും. പഠിച്ചിട്ടുണ്ടോ നമ്മളെ? ഓക്സിഡേറ്റീവ് അഡീഷൻ സംഭവിക്കുന്നില്ല. 4 കോർഡിനേറ്റ് കോംപ്ലക്സ് 6 കോർഡിനേറ്റ് കോംപ്ലക്സ് ആയി മാറും. മെറ്റൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ സംഭവിക്കുന്നത്? കോർഡിനേഷൻ ആലോചിച്ചൊക്കെ കോർഡിനേഷൻ നമ്പറും ഓക്സിഡേഷൻ നമ്പറും 2 വെച്ച് കൂടും. എന്താണ് സിഗ്നിഫിക്കൻസ്? ശരിക്കും സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആയിരിക്കുക. അത് എന്താ ഒബേ ചെയ്യുന്നത്? 16 ഇലക്ട്രോൺ ഒബേ ചെയ്യുന്നു. എന്താ വായിക്കാണ് ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്താൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആവും. ക്ലിയർ ആളുകൾ പഴയ കാര്യങ്ങൾ ഓർമ്മയാണ്. പഴയ കാര്യങ്ങൾ ഓർമ്മ പറയുന്നത് ക്ലിയർ ആയി വരുന്നത്. ഓക്സിഡേറ്റീവ് അഡീഷൻ പഠിച്ചത് ഒരു മെറ്റല് ഈ ലിഗൻഡ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് കേസിലാണ്. ഈ ലിഗൻഡിന് 16 ഇലക്ട്രോൺസ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് അങ്ങനെ വളരെ സ്റ്റേബിളാണ്. ഈ മെറ്റലിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 2-ാം നേരത്ത് 2+ആം നേരത്ത്. ഇത് ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നത് കോർഡിനേഷൻ നമ്പറും ഓക്സിഡേഷൻ നമ്പറും 2 യൂണിറ്റ് കൂടുന്നു. അപ്പൊ എന്തായി? M4+ ആവുന്നു. M4+ ആവുമ്പോൾ എന്താണ്? 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലേ? 2 ഇലക്ട്രോൺ എന്നാലും M2+ M4+ ആവും. കോർഡിനേഷൻ നമ്പർ 2 കൂടി. അപ്പൊ എന്താണ്? 4 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു അല്ലേ? ഇവിടെയും കോർഡിനേഷൻ നമ്പർ കൂടി കഴിയുമ്പോൾ ഇവിടുന്ന് 4 ഇലക്ട്രോൺ കോർഡിനേഷനിൽ കൂടുകയും 2 ഇലക്ട്രോൺ ഓക്സിഡേഷൻ നമ്പറിൽ കുറേ ചെയ്താൽ നെറ്റ് ഇഫക്റ്റ് എന്താണ്? ഇവിടെ എന്താണ്? +2 ഇലക്ട്രോൺസ്. അപ്പോൾ 16 എത്രയായി? 18 ഇലക്ട്രോൺ ആയി. ആർക്ക്? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് വേണ്ട 18 ഇലക്ട്രോൺ ആണ്. ടെട്രാഹെഡ്രൽ സ്ക്വയർ പ്ലാനാറിന് വേണ്ടത് 16 ആണ്. ഇതൊക്കെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് കേസിൽ മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞു വളരെ കൃത്യമായിട്ട് ഒബേ ചെയ്യുന്നുണ്ട്. There are very few cases where this rule is not obeyed. കാർബണൈൽസിന്റെ കേസിലൊക്കെ വളരെ കൃത്യമായിട്ട് ഒബേ ചെയ്യുന്നുണ്ട്. ഒബേ ചെയ്യാത്ത ഒരേ ഒരു കാർബണൈൽ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. എന്താണ്? ഇതാണ് വനേഡിയം കാർബൺ. വനേഡിയത്തിന്റെ പ്രത്യേകത എന്താണ്? വനേഡിയം അറ്റോമിക് നമ്പർ എത്രയാണ്? സ്കാൻഡിയം ടൈറ്റാനിയം 23 ആണ്. D3S2 ആണ്. വനേഡിയം 0 ആണ്. അപ്പോൾ 5 ഇലക്ട്രോണും അതിലുണ്ട്. 5ഉം എത്രയാണ്? 6 കാർബൺ മോണോക്സൈഡ് 12 കൂട്ടിയിട്ട് 17 ഇലക്ട്രോൺ മാത്രമേ അതിനുള്ളൂ. 17 ഇലക്ട്രോൺസ്. എത്ര വേണം? 18. ഒരു കാർബൺ മോണോക്സൈഡ് കൂട്ടിയാൽ 19 ആയിരിക്കും. അതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ അത് 17 ഇലക്ട്രോൺ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ it has great tendency to get reduced into VCO6- എന്നുള്ള സ്പീഷീസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്ന ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടുകയാണെങ്കിൽ എന്താ 18 ആവും. കോർഡിനേഷൻ നമ്പർ കൂട്ടുന്നില്ല. ഓക്സിജൻ സ്റ്റേറ്റ് ഒന്ന് കുറക്കുക. 0 ഇത് 0 ആണ്. മൈനസിലെങ്കിൽ മൈനസിലേക്ക് പോവാം. So VCO6 has a tendency to get converted into VCO6-. Why? Because the original 17 electrons can be converted into 18 electrons, leading to greater stability. ഇത് എല്ലാ ഓഡ് അറ്റോമിക് നമ്പർ വരുന്ന കേസിൽ ഈ പ്രശ്നം വരും. കാരണം കാർബൺ മോണോക്സൈഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഈവൻ നമ്പർ ആയിരിക്കും. ഒരു കാർബൺ മോണോക്സൈഡ് 2, 2 4, 3 6, 4 8 ഇലക്ട്രോൺസ് ആണ് കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിൽ നിന്ന് കിട്ടുക. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? ഒരു ഓഡ് നമ്പർ കൊബാൾട്ട് എടുത്ത അടുത്ത ഓഡ് നമ്പർ കൊബാൾട്ട് ആണ്, അല്ലെങ്കിൽ മാംഗനീസ് ആണ്. 25ാമത്തെ എലമെന്റ് 25ാമത്തെ എലമെന്റ് മാംഗനീസ് ആണ്. മാംഗനീസ് ഫോം ചെയ്യുന്ന കാർബണിന്റെ ഫോർമുല ശ്രദ്ധിക്കുക. Mn2CO10 എന്നാണ്. Mn2CO10. അവിടെ എന്താ ഉണ്ടാകുന്നത്? അവിടെ ഒരു Mn ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. MnCO5 എന്താ സ്ഥിതി? ശ്രദ്ധിക്കുക, MnCO5. എമ്മിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 25 ആണ്. D5S2 ആണ്. 7 ഇലക്ട്രോൺ. 7ഉം 10ഉം എത്രയാണ്? 17. മരടത്തിന്റെ അതേ VCO6 പോലെയാണ് MnCO5, 7 ഇലക്ട്രോൺ.
ഇങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണം കുറച്ച് പറഞ്ഞാൽ ഇത് എക്സിസ്റ്റ് ഇതെന്താ ചെയ്യുന്നത്? ഇത് ഉടനെ സംഭവിക്കുന്നതാണ് അടുത്ത മാംഗനീസുമായിട്ട് ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോൺ കൂടുതൽ കിട്ടും ഈ മെറ്റൽ ബോണ്ട്. അപ്പൊ എന്തായി 7 × 8 = 10 18 ഇലക്ട്രോണായി. So it forms a covalent bond with another metal or it undergoes dimerization. So along with the 17 electron, it gets one more electron from the other manganese. Sharing ആണ്. ഇത് അങ്ങോട്ടും അത് ഇങ്ങോട്ടും കൊടുക്കുന്നത്. രണ്ട് മാംഗനീസിന്റെ കാര്യത്തിൽ 18 ആയി. So that is due to a metal bond formation. ഇവിടെ 5 കാർബൺ മോണോക്സൈഡേ ഉള്ളൂ. ഒരെണ്ണത്തിനും കൂടി 6 ആക്കി. മനസ്സിലുണ്ടോ? 5 കാർബൺ മോണോക്സൈഡേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ശ്രദ്ധിക്കുക, ഇതിന്റെ കോർഡിനേഷൻ, അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞല്ലോ 1 CO 2 CO 3 CO 4 CO 5ാമത്തെ CO. ഇഷ്ടമായിട്ടുണ്ട്. 6ാമത് CO ഇല്ല. 6ാമത് എന്ത് ചെയ്യുന്നു? മറ്റേ മാംഗനീസിലേക്ക് കണക്ഷൻ പോകുന്നു. CO 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 CO. So you can see actually manganese has an octahedral coordination in manganese carbonyl. 5 corners occupied by 5 carbon monoxide molecules, and the 6th position is a covalent bond with the other manganese. ഇത് വനയുടെ എന്താ സംഭവിക്കാത്തത്? ഇവിടെ 5 ഉള്ളൂ. 6ാമത്തെ മാംഗനീസ് ചുറ്റും 6 ഗ്രൂപ്പുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. വനയുടെ ചുറ്റും 6. പിന്നെ ഇത് ശരിക്കും അക്കോമഡേറ്റ് ഇത് ഡൈമറൈസ് ചെയ്യുമ്പോൾ എന്താവും? VCO6 ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ വനേഡിയം ചുറ്റും 6 1 7 ഗ്രൂപ്പുകൾ വരും. ഒരു ഭാഗത്തൊരു വനേഡിയം 6 കാർബൺ മോണോക്സൈഡ്. വനേഡിയം പൊതുവെ ചെറിയ ആറ്റാണ്. 7 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് സഹിച്ചേ ആണ് നിൽക്കുകയാണ് എന്തായിട്ട് VCO6 ആയിട്ട്. പക്ഷെ MnCO5 ആയി നിൽക്കുന്നില്ല. അത് ഒരു മാംഗനീസുമായിട്ട് വേഗം ഷെയറിംഗ് നടത്തിയിട്ട് അത് 18 ഇലക്ട്രോൺ ആക്കി മാറ്റാണ്. അത് 18 ഇലക്ട്രോൺ റൂൾ കൃത്യമായിട്ടില്ല. Mn2CO10 obeys 18 electron rule. VCO6 does not obey 18 electron rule, and it cannot dimerize because of the size of the vanadium. Cannot dimerize. It cannot accommodate it cannot have a മലയാളമല്ല നമ്മുടെ കെമിസ്ട്രി ഭാഷ പറഞ്ഞാൽ it cannot have a coordination number of 7. 6 1 7 കോർഡിനേഷൻ. ആ കോർഡിനേഷൻ നമ്പർ നമ്മൾ കോംപ്ലക്സ് കോർഡിനേഷൻ നമ്പർ ചെറിയ വ്യത്യാസമുണ്ട്. അതിന്റെ ചുറ്റും അറേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം മാത്രമാണ്. അത് 7 മാറും VCO6 ഡൈമറൈസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് VCO6 ഡൈമറൈസ് ചെയ്യില്ല. അത് VCO6 ആയിട്ടാണ് നിൽക്കും. പക്ഷെ എന്താണ്? that can act as an oxidizing agent or in reactions it will easily get reduced into VCO6- in which the 18 electron rule is correctly obeyed. അവിടെ റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടാണ് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നത്. മറ്റേടത്തിൽ എന്താണ്? മറ്റേടത്തില് അത് ഡൈമറൈസ് ചെയ്തിട്ടാണ്. ഇവിടെ ഡൈമറൈസ് ചെയ്യാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് അത് ഡൈമറൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി there are 6 CO ligands around it and it cannot മറ്റേ ബോണ്ട് ഫോമിൽ സ്പേസ് വേണ്ടി ഇത് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാൻ. അതിന് ചുറ്റും 6 കാർബണോസിൽ വന്നു കഴിഞ്ഞ് 7ാമത് മാംഗനീസുമായിട്ട് കണക്ഷൻ മാത്രം സ്പേസ് ഇല്ല. അപ്പോൾ അതിന് കോർഡിനേഷൻ നമ്പർ 6 കൂട്ടാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഓക്കെ വെരി ഗുഡ്. ആ ഇലക്ട്രോൺ കിട്ടാനുള്ള ശ്രമത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഗെറ്റ് റെഡ്യൂസ്ഡ് ഇൻടു VCO6-. ഇപ്പം എങ്ങനെയായാലും അത് അതിന്റെ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് 18 ആക്കാനുള്ള ശ്രമം നടത്തും. ഇറ്റ് ഇസ് എ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആൻഡ് അതർ വൺ. ഇപ്പൊ ഈവൻ ഇൻ ദ MnCO5 അത് ഇതിപ്പോ ഒക്ടാഹെഡ്രലായി മാറാണ് ഏകദേശം. മനസ്സിലായില്ല? മറ്റ് 5 കോർഡിനേറ്റ് കോംപ്ലക്സും 18 ഇലക്ട്രോൺ റൂളിന് ഒബേ ചെയ്യുന്നത്. 4 കോർഡിനേറ്റ് കോംപ്ലക്സ് എസ്പെഷ്യലി ദ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ആർ ഫൗണ്ട് ടു ഒബേ ദ 16 ഇലക്ട്രോൺ റൂൾസ്. അങ്ങനത്തെ കോംപ്ലക്സസ് ആണ് നമ്മുടെ ഓക്സിഡേറ്റീവ് അഡീഷൻ റിയാക്ഷൻ തരുന്നത്. കോർഡിനേഷൻ നമ്പർ 2 കൂട്ടുക എന്നുള്ളത്. കോർഡിനേഷൻ നമ്പർ 2 കൂട്ടുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ 2 കൂടും. മൊത്തത്തിൽ 2 ഇലക്ട്രോൺ ലാഭം മാത്രമേ അതിനുള്ളൂ. 4ന്റെ ലാഭം എല്ലാം ശ്രദ്ധിക്കുക. 2 കോർഡിനേഷൻ നമ്പർ കൂടും, 4 ഇലക്ട്രോൺ ലാഭം വന്ന് ഓക്സിഡേഷൻ നമ്പർ 2+ ഉള്ള 4+ ആവും, 1+ ഉള്ള 3+ ആവും, 0 ആകുമ്പോൾ 2+ ആവും, 3+ ആകുമ്പോൾ 5+ ആവും. 2 യൂണിറ്റ് കൂടുകയാണ്. 2 യൂണിറ്റ് ഓക്സിജൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുക എന്നർത്ഥം. 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് 4 ഇലക്ട്രോൺ സ്വീകരിക്കുന്ന വേറൊരു 4 ഇലക്ട്രോൺ 2 ലിഗാൻഡിൽ നിന്ന് 4 ഇലക്ട്രോൺ സ്വീകരിക്കുക. കോർഡിനേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ 2 യൂണിറ്റ്, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ 2 യൂണിറ്റ്. നെറ്റ് ഇഫക്റ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് എ 16 ഇലക്ട്രോൺ സ്പീഷീസ്. നമ്മൾ നേരത്തെ ഒരുപാട് നമ്മൾ എന്താണ് കാറ്റാലിറ്റിക് സൈക്കിളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്റർചേഞ്ച് ബിറ്റ്വീൻ 18 ഇലക്ട്രോൺ ആൻഡ് 16 ഇലക്ട്രോൺ. 18 ഇലക്ട്രോൺ ആവും, 18 ഇലക്ട്രോൺ 16 ആവും. റിഡക്റ്റീവ് എലിമിനേഷൻ നേരെ തിരിച്ചാണ്. റിഡക്റ്റീവ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഓക്സിഡേറ്റീവ് അഡീഷൻ. അതൊക്കെ നമ്മൾ ഇന്നും കാണും കുറച്ച് ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഈ റൂളെ ബന്ധപ്പെട്ട് മാത്രമാണ്. അപ്പോൾ 16 ഇലക്ട്രോൺ റൂളും 18 ഇലക്ട്രോൺ റൂളും എന്താണെന്ന് മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് ഉപയോഗ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അത് ഉപയോഗ ചെയ്യുന്നു, എന്താണ് അതിന്റെ ബേസിക് റീസൺ, അത് മനസ്സിലാക്കുക. ഓക്കെ,
ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.